നിരപരാധിയായ ഒരാളെ 17 ദിവസം ജയിലിൽ കിടത്താൻ ഗൂഢാലോചന നടത്തിയതാരാണ് എന്ന കാര്യം പോലീസ് അന്വേഷിക്കട്ടെ. പാർട്ടി അതന്വേഷിച്ച് സംഘടനാപരമായ നടപടിയും സ്വീകരിക്കട്ടെ. നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് വിട്ട് CPIയുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പാലക്കാട്ടെ റിയാസ് തച്ചമ്പാറ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വീണ്ടും കോൺഗ്രസിലെത്തി. DCC പ്രസിഡന്റ് A. തങ്കപ്പനോട് ക്ഷമാപണം നടത്തിയാണ് റിയാസ് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. ഞങ്ങളുടെ അച്ഛനെ തുല്യാണ് ഞങ്ങളെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്താണ് പറഞ്ഞത്. അതിന് വലിയ ക്ഷമ ചോദിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ വന്നത്. സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് കോൺഗ്രസിന്റെ പാലക്കാട് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റായിരുന്ന റിയാസ് തച്ചമ്പാറയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തുടർന്ന് DCC പ്രസിഡന്റിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച റിയാസ് CPIയുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് റിയാസിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച തികയുമ്പോഴേക്കും DC പ്രസിഡന്റിനോട് റിയാസ് ക്ഷമാപണം നടത്തി. കോൺഗ്രസിൽ തിരിച്ചെടുക്കണമെന്നാണ് റിയാസിന്റെ ആവശ്യം. ഇത്ര കാലം ഒരു കോൺഗ്രസ്സുകാരനായി ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകുന്ന ആ ഷോക്കിൽ സംഭവിച്ചു പോയ ഒരു അബദ്ധമാണ്, ഒരു തെറ്റാണ്. കോൺഗ്രസ് പാർട്ടിക്കാരനായ ഒരു കോൺഗ്രസ്സുകാരനോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു DCC പ്രസിഡന്റാണ് തങ്കപ്പേട്ടൻ എന്നുള്ള കാര്യത്തിൽ മാത്രം നിങ്ങളിത് മനസ്സിലാക്കുക. CPIMൽ ആർക്കും ഒരു ദിവസം പോലും തുടരാൻ കഴിയില്ലെന്നും സ്ത്രീകളുടെ പരാതിയെ തുടർന്ന് പുറത്താക്കപ്പെട്ട റിയാസിനെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. നടപടിയോട് അതാ തുടരുന്നുണ്ട്. പിന്നെന്താ അതിന്റെ പേരിലാണ് നടപടി എത്തിക്കുക. അത് അങ്ങനത്തെ തുടരും. ഓക്കെ, സഹകരിക്കാമെന്നറിയിച്ച റിയാസ് വന്നപ്പോൾ പരിഗണിച്ചുവെന്നല്ലാതെ അംഗത്വം നൽകിയിട്ടില്ലെന്നും റിയാസിന്റെ തിരിച്ചുപോക്ക് പാർട്ടി കണക്കാക്കുന്നില്ലെന്നുമാണ് പാലക്കാട്ടെ CPIM നേതൃത്വത്തിന്റെ നിലപാട്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.